വളരെ സന്തോഷമുണ്ട്. നമ്മളൊരു വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ആദ്യമായി നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാനിപ്പം ഈ വീഡിയോയുടെ താഴെ കാണിച്ചു തരാം. അക്ഷയ തുടങ്ങി കഴിഞ്ഞ് വില്ലേജ് ഓഫീസർക്ക് എന്നാ പണിയെന്ന് ആലോചിച്ച് നോക്കിയേ. വില്ലേജ് ഓഫീസോട് തന്നെ വില്ലേജ് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. ഇപ്പം അക്ഷയായി പോകണം. ഒറ്റ ഒരാളുണ്ടെ നടത്താൻ, ബാക്കി ഡിജിറ്റൽ സൈൻ ഇട്ടാൽ മാത്രം മതി. ബാക്കി അതിന് ഒരു 10-13 എണ്ണം വില്ലേജിൽ. അപ്പൊ തന്നെ അക്ഷയ വേറെ. അക്ഷയായി പോയി എന്നാ ചെയ്യണമെങ്കിലും ഫീസ് കൊടുക്കണം. എന്നാ ചെയ്യണം? ഇതിന് പൊളിച്ചെഴുതിയേ പറ്റുള്ളൂ. ഈ സംവിധാനങ്ങൾ പൊളിച്ചെഴുതിയേ പറ്റുള്ളൂ. അല്ലാതെ ഈ പോകുന്ന സംവിധാനങ്ങളുമായിട്ട് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകില്ല. പൊളിച്ചെഴുതിയാലേ പറ്റുള്ളൂ. ഇത് ഒന്നെന്ന് എല്ലാ മേഖലയിലും പൊളിച്ചെഴുതിയേ പറ്റുള്ളൂ. ഈ സംവിധാനങ്ങൾ മാറ്റിക്കളഞ്ഞേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ നാട് മുന്നോട്ട് പോവില്ല. വീഡിയോ കണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ത് കൃത്യമാണ്. ഞാൻ ആ വീഡിയോ കണ്ട ഉടനെ തന്നെ സന്തോഷ് വാസുദേവ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് കണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു പ്രവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് താഴെ പറയുന്നത്. അപ്പോൾ ഇതിനു മുന്നേ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വീഡിയോകളിൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കെ സ്മാർട്ട്, അതുപോലുള്ള നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഓരോ ഓൺലൈൻ സംവിധാനത്തിലെ അപാകതകൾ. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം ആണ് കൃത്യമായിട്ട് അതിൽ വിവരിക്കുന്നത്. അതിൽ തന്നെ ഞാൻ നല്ലൊരു കൃത്യമായിട്ടൊരു കമൻറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിന് അദ്ദേഹവും ആ കാര്യങ്ങൾ പറയുകയുണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സെൻറ്റർ നടത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എന്നാൽ പല അക്ഷയ കേന്ദ്രങ്ങളായിക്കോട്ടെ, കോമൺ സർവീസ് സെൻ്റർ ആയിക്കോട്ടെ, അവരാരും ഇതൊന്നും പുറത്ത് പറയാനോ ഒന്നും മുതിരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങൾ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അക്ഷയ സെൻ്റർ ആയിക്കോട്ടെ, കോമൺ സർവീസ് സെൻ്റർ ആയിക്കോട്ടെ, അവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റുകൾ കൂടുതലും ഉണ്ടാകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെൻ്ററിൽ മാത്രമായിട്ട് ഇപ്പോൾ ഒരു മസ്റ്ററിങ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഡിജിറ്റലൈസ് ആയിട്ടുള്ള യുഗത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും 100% ഡിജിറ്റലൈസ് ആയി എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ ഈ പെരുമഴക്കാലത്ത് ഇത്രയും ആളുകൾ, ഇപ്പം ആവാലവൃത്തം ജനങ്ങൾ, പ്രായമായവർ പ്രത്യേകിച്ച്, അവർക്കുള്ള പലതരം ക്ഷേമ പെൻഷനുകൾ, വിധവ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ തുടങ്ങി ഒട്ടനവധി സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷനുകൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്ററിൽ മാത്രം ക്യൂ നിന്ന് ചെയ്യുകയാണ്. ഇതെന്തൊരു വിരോധാഭാസമാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിഗത ലോഡ്ജിൻ എന്തുകൊണ്ടാണ് ഇത്രയും ആയിട്ടും ഈ സർക്കാർ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തത്? അതിന് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളായിക്കോട്ടെ, മറ്റുള്ള ഏത് സംഘടനകളായിക്കോട്ടെ, ആരും ഇതിൽ ഒരഭിപ്രായവും പറയുന്നില്ല. ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് വയ്യാതെ കിടക്കുന്ന ആളുകളുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ വ്യക്തിഗത ലോജിനിൽ കൃത്യമായിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ നിസ്സാര സമയ പരിധി കൊടുത്തും വെച്ച് ഇത്രയും ജനങ്ങൾ ഈ പറഞ്ഞ മസ്റ്ററിങ് ചെയ്യണമെന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ച് ഒറ്റ സെൻറ്ററിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ശാശ്വതമാകുന്നത്? അപ്പോൾ ഇതിനെതിരെ തീർച്ചയായിട്ടും ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ജനങ്ങൾ പ്രതികരിച്ച് ഇത് സർക്കാരിലെത്തിച്ച് സർക്കാരാണ് ഇതിന് നടപടിയെടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ഒപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയോടൊപ്പം താഴെ ഇടുന്നു. നിങ്ങൾ കണ്ടു നോക്കുക. ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കെ സ്മാർട്ട് പദ്ധതിയിൽ നമ്മൾ ഓൺലൈനായി എന്ന് പറയുന്നു. അതിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പഞ്ചായത്തിൽ നിന്ന് അത് അപ്രൂവൽ വരികയില്ല. അതിനുശേഷം ഈ അപേക്ഷിച്ച ആൾ തന്നെ നേരിട്ട് പഞ്ചായത്തിൽ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ യാതൊരു നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നു, നമ്മുടെ സെൻറ്ററിൽ തന്നെ ഉണ്ടായ ഒരു അനുഭവമാണ്. രാവിലെ നമ്മുടെ കരമടയ്ക്കുന്ന സൈറ്റ്, അതായത് റവന്യൂവിൻ്റെ സൈറ്റ്, രാവിലെ നമ്മൾ അത്യാവശ്യമായിട്ട് ആളുകൾക്ക് സൈറ്റിലൂടെ നമ്മൾ ടാക്സ് എടുത്തു കൊടുക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് സൈറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് പ്രിന്റ് എടുക്കാൻ സാധിക്കുകയില്ല, ഒന്നുമില്ല. നമ്മൾ പൈസ അടച്ചിട്ട് റെസിപ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ പോലും അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റിൽ കയറി അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പർ. ആ നിർഭാഗ്യവശാൽ ഒരൊറ്റ ഫോൺ നമ്പറും വിളിച്ചാൽ കിട്ടത്തില്ല. അതിൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ ബെല്ലടിക്കും, അവരെടുക്കത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവരത് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പം നിലവിൽ വരുന്നത്. അപ്പോൾ എന്തുവായാലും ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ ഈ സംവിധാനത്തിനൊരു മാറ്റം വരണം. ഇത് അടിയന്തരമായിട്ട് ഇത് സർക്കാർ ഇതിനകത്ത് നടപടി ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ വല്ലാതെ ദുരിതത്തിലാണ് വരുന്നത്. ഇപ്പം നമ്മുടെ ഇലക്ഷനും മറ്റും ആകുന്നുടനെ മാത്രം കുറേ വാഗ്ദാനങ്ങളും പറഞ്ഞ് പോവുകയല്ലാതെ കണ്ട് ഈ ഓൺലൈൻ സംവിധാനത്തിലെ അപാകതകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. പ്രത്യേകിച്ച് മസ്റ്ററിങ്ങിൻ്റെ കാര്യത്തിൽ മസ്റ്ററിങ് സംവിധാനത്തിൽ അടിയന്തരമായിട്ട് ഒന്നുകിൽ അത് ജീവൻ രേഖ പോർട്ടലിൽ
അത് എത്തിക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ പെൻഷനുകൾ ഇപ്പോൾ മറ്റുള്ള എല്ലാ പെൻഷനുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷനുകളും ജീവൻ രേഖ സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പെൻഷനുകൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലോജിനിൽ കൂടി ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഒരു ക്ഷേമ പെൻഷന് മാത്രം ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ലോജിൻ ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടില്ല. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടുന്നിടം വരെ എല്ലാ ജനങ്ങളും അത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ വാർദ്ധക്യ പെൻഷനും സേവന പെൻഷനും മറ്റും വാങ്ങിക്കുന്ന ആളുകൾ തന്നെ നേരിട്ട് സർക്കാരിലേക്കും അപേക്ഷകൾ കൊടുക്കുക. അവരവരുടെ വ്യക്തിഗത ലോജിനിൽ കൂടി ഇത് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാക്കി തരുവാൻ വേണ്ടിയിട്ട് എല്ലാവരും സർക്കാരിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊരു അടിയന്തര കാര്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ പറഞ്ഞ സർക്കാരിലേക്ക് നിവേദനങ്ങൾ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.